നമ്മൾ പല സുഹൃത്ത് ബന്ധങ്ങളെയൊക്കെ കണ്ടിട്ടുണ്ട്. അതിൽ ചിലത് നമുക്ക് തന്നെ അത്ഭുതം തോന്നുന്ന അപൂർവങ്ങളായ ഫ്രണ്ട്ഷിപ്പായിരിക്കും. അപ്പോൾ അത്തരം ഒരു ഫ്രണ്ട്ഷിപ്പ് നമ്മുടെ ലേഖയ്ക്കുണ്ടായിരുന്നു. ലേഖയും ഒരു കിളിയുമായിട്ട്. അത് ഫ്രണ്ട്ഷിപ്പ് തുടങ്ങിയത് വളരെ യാദൃച്ഛികമായിട്ടാണ്. ഒരു ദിവസം ഞാൻ ലേഖയും കൂടെ കടയിൽ പോയിട്ട് വരുമ്പം വഴിയിൽ വെച്ചിട്ട് പിന്നെ ലേഖയുടെ പിന്നാലെ വന്നു. ഇവിടെ വന്ന് പിന്നെ ഇരുന്ന് കുറച്ച് സമയം പിന്നെ ഇവിടെയൊക്കെ ഇരുന്നു. പിന്നീട് ഈ കിളി എല്ലാ ദിവസവും ഒരു വൈകിട്ട് ഒരു 5 മണിയൊക്കെ കഴിയുമ്പോഴേക്കും ഇവിടെ എത്തും. ഇവിടെ എത്തി ഒരു പ്രത്യേക ശബ്ദം പുറപ്പെടുവിക്കും. അപ്പം ലേഖ വരും. പിന്നെ രണ്ടുപേരും കൂടെ ഇവിടെ പിന്നെ കുറേ നേരം കളിയാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഏകദേശം 1 മാസത്തോളം പിന്നെ ഇത് തുടർന്നു പോയി. അപ്പം ആദ്യത്തെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് ഇതൊന്ന് വീഡിയോയിൽ ചിത്രീകരിക്കണമെന്ന് തോന്നിയത്. അങ്ങനെ ഞങ്ങൾ ഇത് അവരുടെ ആ കളികൾ പിന്നെ ഒന്ന് വീഡിയോ എടുത്തിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്കുക. അയ്യോ പാവം മയിലിനെ ഓടിച്ചോ. എന്നൊക്കെ സാറ് പറഞ്ഞു. അവളെ കണ്ട അപ്പ കൊത്തണ. ആരാക്കളത് മയില്. മയിലിന്റെ നിന്നോട് കളിക്കാൻ അവർക്ക് കൊച്ചിനൊന്നും വേണ്ട. വലുതിന്റെ പറയാൻ പോകുന്നത് അത് എവിടുന്ന് വന്നിട്ട് അവിടുന്ന് വന്നേത്. ഇവിടുന്ന് ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പം അവിടെ വന്ന് എന്നിട്ട് അവിടെ തിരിച്ച് ഞങ്ങളെ കൂടെ വന്നിട്ട് വന്നേ. പിടിച്ചോ കളിക്കാനിരിക്കും. അവിടെ ശ്രദ്ധിക്കാതെ നിൽക്കുമ്പോ ഒന്ന് അനങ്ങാതെ നിൽക്കുമ്പോ ഒന്ന് മാന്തിട്ട് പോകും. കളിപ്പിക്കാൻ വരും. ഇപ്പഴാ കണ്ട ശരിക്കും ശ്രദ്ധിച്ചത്. കിളി വരുന്നു. പിടിച്ചോ പിടിച്ചോ കിളി പിടിച്ചോ. ഡേക്കാണ് വിളിക്കുന്നത് കേട്ടോടീനെ. നിന്നെ വിളിക്കുന്നില്ല കിളി. നോക്ക് വിളി വിളി. ഏതാണ്ടൊക്കെ പറയൂ അത് കേട്ടോ. എന്തോന്ന് അവർക്കല്ലേ ഇറക്കുന്നത്. തൊടത്തില്ല തൊട. അയ്യോ അതിൻ്റെ കൂടെ കളിക്കൂ. എനിക്ക് അയ്യോ കിട്ടിയില്ല. ചാടിപ്പിടി ചാടിപ്പിടി കിളിയെ ചാടിപ്പിടി. പിടിക്ക്. അത് ചാടിക്കാൻ നോക്കൂലേ. കണ്ടില്ലേ അവളെ ഇട്ട് വട്ടം കിടക്കുക. എന്നെ പിടിച്ചത് പറഞ്ഞിരിക്കുക. ധൈര്യമുണ്ട് നിനക്ക്. അത്ര വലിയ ചാട്ടക്കയ്യാണ് എന്നെ പിടിച്ചോളാൻ പറഞ്ഞിരിക്കുക. അവളനങ്ങാൻ നിൽക്കുമ്പോഴേ വരുന്നുള്ളൂ. ആരാ മക്കളെ ലയിക്കാതെ വിളിക്കും. ലയിച്ചോന്ന് വിളിച്ചാൽ ആളിപ്പം ചാടി കളിക്കുക. ചാടി പിടിക്കില്ലേക്കാ. ചാടി പിടിക്കും. പിടിക്കണേ. ക്യാച്ച് ചെയ്യണം. അത്രയ്ക്ക് ആളായി അവള്. കിളിയാ കൊള്ളാല്ല. എന്തായാലും എന്റെ കൊച്ചിനായിട്ടങ്ങ് കളിപ്പിക്കുക. മക്കൾ പിടിച്ചോ. ചാടി പിടിച്ചോ. ഒത്തിരി ദിവസം മുന്നേ വന്നത് എന്റെ പരിപാടി. ശബ്ദം കുത്തു കിട്ടുന്നു. കണക്ക് വികൃതിയത്. ചാടി പിടിക്കുന്നേക്കാ.
ഏതാണ്ടൊരു പറഞ്ഞോണ്ടിരിക്കുന്നു ചില തൊടത്തില്ല. അത് വെക്കണ വായിലാവും അല്ലെങ്കിൽ വെക്കണ ഓടിക്കൊണ്ട് പോകും. പൊത്തൊന്നുമല്ല അത് അല്ല എന്നാ പിടിച്ചോ പിടിച്ചോ പറയരുതല്ല എന്നെ പിടിച്ചോ. എന്താടാ നീ എന്താ നേരെ വായി വീഴും. എന്നിട്ട് വായിൽ മുട്ടയിട്ടാലേ വായിലോട്ട് കണ്ട കളിയാക്കുന്നുണ്ട പോയി പോയിന്ന് കളിയാക്കുന്നില്ലേക്ക്. ചുണയുണ്ടെ പിടിക്കടി ചുണയുണ്ടെ പിടിക്കടി നിൽക്കുക കാണിക്ക് കാണിക്ക് അവനെ കൊഞ്ഞനെ കുത്തു. ധൈര്യമുണ്ട് വാടിയെന്ന് പറയാം. ലേക്ക് അങ്ങനെ ആക്ക് കിളി കരുന്നെങ്കിൽ ലേക്ക് ആക്കി. ഏകദേശം 1 മാസത്തിന് ശേഷം പിന്നീട് ഈ കിളിയെ കാണാനില്ല. മിക്കവാറും ദിവസം ഞങ്ങൾ എല്ലാ ദിവസവും ഞങ്ങൾ നോക്കും, 5 മണി വൈകിട്ടാകുമ്പോഴേക്കും നോക്കും, എന്നാലും കിളിയെ കാണുന്നില്ല. അപ്പൊ കുറേ ദിവസം ഇങ്ങനെ ഈ കിളിയെ കാണാതായി. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം യാദൃച്ഛ്യമായിട്ട് ഈ കിളിയുടെ ശബ്ദം കേട്ടു. നോക്കിയപ്പോൾ ഇവിടെ ഇതിന്റെ ഈ പോസ്റ്റിന്റെ മുകളിൽ ഇരിക്കുകയാണ്. ഒരു പ്രത്യേക ശബ്ദം ഉണ്ടാക്കി. അങ്ങനെ അപ്പോൾ തന്നെ ലേക്ക് ഇറങ്ങി വന്നു. അപ്പം ഞങ്ങളും പിന്നെ ഇതെന്താ സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി പിന്നെ ക്യാമറയായിട്ട് ഇറങ്ങി. അപ്പോൾ ഇവിടെ വന്ന് രണ്ടുപേരും കൂടെ കുറേ നേരം സംസാരിച്ചു. എന്താണ് അവരുടെ പിന്നെ ഭാഷ എന്നൊന്നും നമുക്കറിയത്തില്ല, എന്താ സംസാരിച്ചതെന്നും നമുക്കറിയത്തില്ല. എന്തായാലും കുറേ നേരം രണ്ടുപേരും സംസാരിച്ച് രണ്ടുപേരും 2 വഴിക്ക് പിരിഞ്ഞു. ആ കിളി അതിൻ്റെ വഴിക്ക് പോയി, ലേക്ക് തിരിച്ചു പോയി. പക്ഷെ പിന്നീട് ഇന്നുവരെ ആ കിളിയെ ഇവിടെ കണ്ടിട്ടില്ല. അതോടെ അവരുടെ ഫ്രണ്ട്ഷിപ്പും നിന്നു. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് പിന്നെ എന്തോ വേറെ എവിടെയെങ്കിലും മറ്റെന്തെങ്കിലും സാഹചര്യമായിട്ട് പോവുകയാണെന്ന് ലേക്ക് അറിയിച്ചിട്ട് യാത്ര പറയാൻ വേണ്ടി വന്നതായിരിക്കാം. എന്തായാലും ശരി, എന്നെ അന്ന് പോയതിനു ശേഷം പിന്നീട് ആ കിളിയെ ഈ ഭാഗത്ത് കണ്ടിട്ടില്ല. ശരി, അതും ഒന്ന് കണ്ടു നോക്കാം. എന്തോ ചോദിക്കേ, എന്തോന്ന് ചോദിക്കേ? ചോദിക്കടി. കളിക്കാൻ വരാൻ പറ.